ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞാൻ ഇന്ന് തീരെ മേക്കപ്പ് ഇല്ലാണ്ടാവും നിൽക്കുന്നത്. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? നന്നായിട്ടുണ്ട്. വളരെ മേക്കപ്പ് ഇട്ട് ഇനി കൊളാക്കാൻ പോവാണ് ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ മേക്കപ്പ് ഇടാൻ പോകുന്ന ആരാണ്? എന്റെ സ്വന്തം ഭർത്താവാണ്. അപ്പൊ ഇതിനു മുമ്പ് ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്ത് കൊടുത്ത മുൻപരിചയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സോ യു ആർ എക്സൈറ്റഡ്? എന്തൊക്കെ മേക്കപ്പ് സാധനങ്ങൾ അറിയാം ഒന്ന് പറഞ്ഞേ. ബേസിക് ആയിട്ടെന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നു, കണ്ണെഴുതുന്നു, പൊട്ടി തൊടാറില്ലാത്തോണ്ട് പൊട്ടി തൊടുന്നില്ല. പിന്നെ കവളത്ത് മറ്റേ ചുമപ്പിച്ച് ബ്ലഷ്. എനിക്കും കാര്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഞാൻ എന്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്റെ എന്തൊക്കെ മേക്കപ്പ് ഐറ്റംസ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മള് സഹായിച്ചില്ല, ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറയണ്ടേ. എൻ്റെ അടുത്ത് 2 ടൈപ്പ് ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ഒരു അതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഇതുപോലെ മിക്സ് ചെയ്തിടാം, തനിയെ ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു സിറം ഉണ്ട്, പിന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെന്താ, പിന്നെ ഈ സാധനം എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ, എന്താ ഇത് വെച്ച് നിങ്ങൾ ചെയ്യാൻ പോണേന്ന് നോക്കാം. ആ സാധനം വെച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, കാരണം അത് ഇല്ല, റിസ്ക് ഇല്ല. പിന്നെ ഇതെന്താ മസ്കാര അല്ലേ? മസ്കാര ഉണ്ട്. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് നമ്മുടെ കാര്യങ്ങള്. അപ്പൊ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എൽദോമോൻ എത്ര ഭംഗിയായിട്ട് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. എന്റെ എൽദോമോന്റെ കഴിവുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊളിക്കല്ലേ വെച്ചാ? സൂപ്പർ. അപ്പൊ വീഡിയോ ഇഷ്ടമായാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. ആദ്യം എന്തായിട്ടുണ്ടെന്നുള്ളതൊന്ന് പറഞ്ഞു തരണമല്ലോ. ഹെൽപ്പ് വേണോ? ഹെൽപ്പ് വേണം. ക്ലൂ വേണം. ക്ലൂ അല്ല, പാവം. ഹെൽപ്പ്. ആദ്യം സിറമാണ് ഇടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആദ്യം സിറമാണ്. ഇത് എന്റെ മുഖം ആയതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു കൊടുത്താണ് കേട്ടോ. സിറം. അതെ, കോരി ഒഴിക്കരുത്. ഇത് പച്ചവെള്ളം അല്ല. ശരിയാക്കി തരാം. ഇതൊക്കെ നമ്മൾ എത്ര കളികൾ കണ്ടേക്കണം. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഡെയിലി കാണുന്നതുകൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെയാണ് കാണുന്നത്. സത്യം പറ. അല്ല, നമ്മുടെ ജീവയുടെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ. ഓ, ജീവയുടെ ഭാര്യ അപർണ തോമസ്. ഫാനല്ല, ഇടുമ്പോ കാണാറുണ്ട്. ഓ, അപർണ തോമസിന്റെ ഫാനാണ്. അപ്പൊ അങ്ങനെ സിറം വളരെ വൃത്തിക്ക് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് മോയ്സ്ചറൈസേഷൻ. ഇവിടെ ഒന്നും ആയില്ല കേട്ടോ. കുറച്ചുകൂടി അങ്ങനല്ലേ ഉദ്ദേശിച്ചത്. ഇതാക്കിയാ മതി. കണ്ടില്ലേ ആ ഒരു തിളക്കം. ഇപ്പൊ നമ്മള് സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ അടുത്തത് ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കുറച്ച് മോയ്സ്ചറൈസേഷൻ അപ്ലൈ ചെയ്യാണ്. അങ്ങനെ നമ്മൾ അത്ര മോശക്കാരനായി കാണേണ്ട കാര്യമില്ല. അങ്ങനെ മോശക്കാരനായിട്ട് കണ്ടാ ഞാൻ തരുമോ ഇത്? സൂപ്പർ അല്ലേ? ഈ പരിപാടി ഇഷ്ടാണോ? ഈ പരിപാടി കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മ ബ്യൂട്ടീഷ്യനായിരുന്നു. അമ്മ ചെയ്യണത് കണ്ടിട്ടുണ്ട്. പിന്നല്ല, അതല്ലേ ഞാൻ ഇത്ര വിശ്വാസത്തിൽ തന്ന. എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ നാക്ക് കിട്ടിക്കാണും. അത്ര നാക്കൊന്നുമില്ല. കണ്ടില്ലേ ആ ഒരു ഇത്? പ്രൊഫഷണലിസം കണ്ടില്ലേ? സ്കില്ല് കണ്ടില്ലേ? ആ പ്രോ കണ്ടില്ല? സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ ലേഡീസും മസ്റ്റ് ട്രൈ ആണ്. ഹസ്ബൻഡ് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്തു തരുമ്പോ സംഭവം സത്യത്തില് ഒരു സുഖമുള്ള പരിപാടിയൊക്കെയാണ്. ഒന്നുകൂടെ സുന്ദരിയാക്കാൻ വേണ്ടിട്ട് ഫൗണ്ടേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതൊന്ന് ഉണങ്ങിയിട്ട് പോരെ? ഉണങ്ങിയിട്ട് മതി. ഫൗണ്ടേഷൻ നമുക്ക് ഇടാം. ഇത് ഭയങ്കര റിസ്കി സ്റ്റേജ് ആണ് കേട്ടോ. വെച്ചാ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. നമ്മളിത് എത്ര കണ്ടേക്കണം, കൊക്ക എത്ര കുളം കണ്ടേക്കണം. നോ റിസ്ക്. ഇതൊക്കെ നമ്മള് കാണാത്ത കളികളാണ്. നമ്മുടെ പെങ്ങന്മാരും അമ്മയും ആന്റിമാരും ഒക്കെ ഇട്ട് കണ്ടേക്കണ എത്ര കളികളാണ്. ഇട്ട് കണ്ടിട്ടല്ലോ, ഇടിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ശരിക്കും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. ഇങ്ങോട്ട് വാ, എനിക്ക് നല്ല ഐഡിയ ഉണ്ട് ഇതിനെപ്പറ്റി. ഞാൻ ചെയ്യണേക്കാൾ നല്ലത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരാധകർ വരുമോ? അറിയില്ല, വന്നാ പിന്നെ നമുക്ക് സ്വീകരിക്കാം. പണി രാജിവെക്കാം അല്ലേ, ജോലി രാജിവെക്കാം. അങ്ങനെ അടുത്ത സ്റ്റേജും കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്.
നോക്കട്ടെ എങ്ങനെയുണ്ട്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടാണ് ചെയ്യണേ. ഇതിപ്പോ എന്നേക്കാ നന്നായിട്ട് ചെയ്യണ്ടല്ലോ. പൊളി മാൻ, പൊളി പൊളി. ആ അടുത്തട്ടോ. അപ്പൊ കണ്ണെഴുതുന്നില്ലേ? കണ്ണെഴുതാനല്ലേ മസ്കാര. ഓ ഇത് കണ്ണെഴുതണല്ല, പീലി ഇങ്ങനെ കറുപ്പിക്കുന്നതാ. അയ്യ ഇതാണ് വലിയ ഡയലോഗ് അടിച്ച്, ഇതുപോലും അറിയില്ല. ഈ സാധനം തുറന്നപ്പോഴല്ലേ ഇത് മനസ്സിലായത്, ഇത് പീലിങ്ങനെ വിടർത്തുന്ന സാധനമാണ്. കണ്ണെഴുതാൻ ലാസ്റ്റ് പീലിനെ വിടർത്തി വെക്കാം. ഇപ്പൊ എന്ത് തോന്നുന്നു? ഈ കണ്ണിൽ കുറച്ചുകൂടെ ആകാമായിരുന്നു എന്ന് തോന്നി. അതൊക്കെ അതിന് കണക്കുണ്ട്. ഇനി കണ്ണെഴുതാം. അപ്പൊ നമ്മുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനകത്താണ് ഇച്ചായൻ കഴിവ് തെളിയിക്കേണ്ടത്. എത്ര ഡീസെന്റ് ആയിട്ട് എത്ര അടിപൊളിയായിട്ട് കണ്ണെഴുതുന്നു നമുക്ക് നോക്കാം. ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും? ഇതില് എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇതോടുകൂടി ഈ മേക്കപ്പിന്റെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുമെന്നുള്ളത് നോക്കട്ടെ. ട്രൈ ചെയ്യേ. പിന്നെ നമ്മളൊന്നും വിട്ടുകൊടുക്കില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല ടച്ചാ, എങ്ങനെയാണെങ്കിലും ചെയ്തോ. അടുത്ത കണ്ണിലേക്ക് കിടക്കുക. ചെറുതായിട്ട് പാടിയൊന്ന് ഡൗട്ട് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നോക്കിയേ. അയ്യോ ഇതെന്നെ വെച്ചാ രണ്ട് കണ്ട് രണ്ട് പോലെ ഇരിക്കുന്ന. ഈ കണ്ണ് സൂപ്പർ ആയിട്ട് എഴുതി, ഇത് പൊട്ടയായി പോയില്ല കണ്ടാ. ഇതെന്താ ഈ കണ്ണ് മാത്രം ശരിയാവാത്ത? ആ കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആ കണ്ണിൽ എഴുതിയിട്ട് ശരിയാവണില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഒന്നുകൂടെ ചെയ്യുകയാണ്. ഞാൻ ടിഷ്യൂ എടുത്തിട്ട് തീ കളിയാണ് ഈ കളിച്ചോണ്ടിരിക്കണേ. മരണക്കളിയാണ് മിസ്റ്റർ. കണ്ണനക്കല്ലേ? സോറി ഗൈസ്, എനിക്ക് ഇച്ച നിങ്ങൾ ചെയ്യണ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ഇവിടുന്നാണ് കണ്ണെഴുതേണ്ടത്, ഇവിടുന്നല്ല. മനസ്സിലായോ? യു ഡൂയിങ് ദ റോങ് വേ. പക്ഷെ അപ്പുറത്ത് ഞാൻ ചെയ്തപ്പോ കറക്റ്റ് സൈഡ് ശരിയാവാത്തോണ്ടാ. സൈഡ് ശരിയാവാത്തോണ്ടാണ് നടക്കുന്ന ഒരു സൂപ്പർ സൂപ്പർ. അയ്യോ ഉള്ളത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഇടാം നമുക്ക്. ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിടുന്നോ അതോ സിംഗിൾ കളർ ആണോ? എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ. എനിക്ക് എളുപ്പമുള്ള ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇടുള്ളൂ. ഇത് കഴിഞ്ഞില്ല, സമയം കൊടുക്ക്. ഒന്ന് ചുണ്ട് ഇതാക്കിക്കേ. യെസ്, പെർഫെക്റ്റ്ലി ഫൈൻ. ഞാൻ പിന്നെ അധികം മേക്കപ്പ് ഇടാത്ത ആളായതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മേക്കപ്പ് അതിഗംഭീരമായിരിക്കുകയാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് ആയില്ല, ഇനിയുണ്ടോ? മുഖത്ത് നമ്മൾ ബ്ലൂം ബ്ലൂം ബ്ലഷ് ഇട്ടിട്ടില്ല. ഓക്കേ. എങ്ങനെയുണ്ടെന്ന് പറയും. ശരിയായില്ല. നമ്മുടെ ബ്രഷ് ഒന്നും ഇല്ല കേട്ടോ. ടിനുമോള് അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇതില് ഫോക്കസ് ചെയ്യാത്തോണ്ട് ബ്രഷിന് പകരം ഞാൻ കഷ്ടപ്പെടുവാണ്. പക്ഷെ എന്നാലും നല്ല രീതിക്ക് ആക്കിയിട്ടുണ്ട്. സൂപ്പർ. അങ്ങനെ ടിനുമോളെക്കാളും നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്ത എല്ലോ മോന് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. സത്യമായ അഭിപ്രായം പറയും. കൊള്ളാലേ? സൂപ്പർ ആയിട്ടല്ലേ? പിന്നല്ലേ സൂപ്പർ. എന്തായാലും ഞാൻ ചെയ്യണേക്കാളും വളരെ വൃത്തി മനോഹരമായിട്ടില്ല. കയ്യൊൻ തന്നെ സൂപ്പർ ബ്രോ, സൂപ്പർ, അടിപൊളി. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്യാത്ത ഗേൾസ് ആരെങ്കിലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ അല്ലേ ചാ? പിന്നല്ലേ സൂപ്പർ ആയിരിക്കും. അതെ. അപ്പോ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.